സാഭിമാനം സാഹിത്യനഗരം. സ്മൃതി. കോഴിക്കോടിനെ കുറിച്ച് സാഹിത്യകാരൻ പി.കെ. പാറക്കടവ്. ഇന്ത്യയിലും വിദേശങ്ങളിലുമുള്ള ഒരുപാട് നഗരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട നഗരം കോഴിക്കോടാണ്. ഇപ്പോൾ യുനെസ്കോ സാഹിത്യ നഗരിയായി കോഴിക്കോടിനെ അംഗീകരിച്ചപ്പോൾ ഉള്ളിലെനിക്ക് ഏറെ ആഹ്ലാദമുണ്ട്. ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഞാൻ കുട്ടിക്കാലത്ത് നഗരത്തിൻ്റെ പകിട്ടുകളൊന്നും കണ്ടിട്ടില്ല. SLC കഴിഞ്ഞപ്പോൾ മടപ്പള്ളി കോളേജ് അടുത്തുണ്ടായിട്ടും ഫറൂഖ് കോളേജിലേക്ക് പോകണമെന്നത് എൻ്റെ വാശിയായിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട് നഗരം എനിക്ക് പരിചിതമാവുന്നത്. കോഴിക്കോട് അക്കാലത്ത് തന്നെ എനിക്ക് എഴുത്തുകാരുടെ നഗരമായിരുന്നു. ബഷീറിൻ്റെയും പൊറ്റക്കാടിൻ്റെയും നഗരം. പടുകൂറ്റൻ വ്യാപാര സമുച്ചയത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴും പഴയ ചായമക്കാനിയിൽ നിന്ന് ബാബുരാജിൻ്റെ ഒരു ഈണം അവനെ പിന്തുടരുന്നു. സംഗീതത്തിൻ്റെ ഉറങ്ങാത്ത രാവുകൾ ഈ നഗരത്തിൻ്റെതായിരുന്നു. ഫാറൂഖ് കോളേജിലേക്കുള്ള യാത്രക്കിടയിൽ കോഴിക്കോട് വെച്ചാണ് SK പൊറ്റക്കാടിനെ ആദ്യം കാണുന്നത്. NBSന്റെ മുന്നിൽ ആരോടോ വർത്തമാനം പറഞ്ഞു നിൽക്കുന്നു. എൻ്റെ കൂടെയുള്ള സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഒന്ന് പൊറ്റക്കാടിൻ്റെ അടുത്ത് പോകാം. അവൻ വിലക്കി. പിന്നീട് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞ് ദുബായിൽ വെച്ച് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കൂടെ എത്തിയ പൊറ്റക്കാടിനോട് ഞാൻ ഈ വിവരം പറഞ്ഞു. ചിരിച്ചുകൊണ്ട് SK പറഞ്ഞു, അന്ന് വരാമായിരുന്നു. പിൽക്കാലത്ത് മറ്റൊരു അനുഭവം കൂടി. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലൊന്ന് K. കൊടുങ്ങല്ലൂർ പറഞ്ഞു, ഒരാൾ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഉണരും മുമ്പ് മാഴ്സിലെ കോലായിൽ SK പൊറ്റക്കാട്. അന്ന് കുറേ നേരം പൊറ്റക്കാട് ഞങ്ങളോടൊപ്പം. വലിയ വലിയ എഴുത്തുകാരെ അത്രയും അടുത്ത് നിന്ന് പരിചയപ്പെടുന്നത് ഈ നഗരത്തിൽ വെച്ചാണ്. ഏറെ വാത്സല്യം പകർന്നു നൽകിയ തിക്കോടിയന്റെ നഗരമാണ് എനിക്കിത്. കൊടുങ്ങല്ലൂർ, NP, ഖാദിർക്ക, വത്സല എന്നിവരെയും ഓർക്കുന്നു. ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത ഇന്ത്യയിലെ തന്നെ വലിയ എഴുത്തുകാരിലെ ഒരാളായ MTയുടെ നഗരം കൂടിയാണിത്. സാഹിത്യരംഗത്തെ സൂര്യമുഖമായ കൊച്ചുബാവയും പ്രസാധന രംഗത്ത് സർഗാത്മകമായി കഴിവ് തെളിയിച്ച കവി കൂടിയായ ഷെൽവിയും സൗഹൃദത്തിന്റെ രാജകുമാരൻ അക്ബർ കക്കട്ടിലും ഓർമ്മയുടെ ചില്ലയിൽ നൊമ്പരപ്പൂക്കളായി നിൽക്കുന്നു. ഷെൽവിയുടെ മൾബറി ഞങ്ങളുടെ കൂട്ടായ്മയുടെ കേന്ദ്രമായിരുന്നു. M. ഗോവിന്ദൻ എനിക്ക് മദിരാശിക്കാരനല്ല. ഞാൻ ഒരിക്കലേ ഗോവിന്ദനെ കണ്ടിട്ടുള്ളൂ. അത് കോഴിക്കോട്ട് വെച്ചാണ്. പണ്ട് വളരെ മുമ്പ് T. പത്മനാഭനൊക്കെ പങ്കെടുത്തൊരു ചടങ്ങ് അളകാവലിയിൽ നടക്കുകയാണ്. അന്ന് ഗൾഫിൽ നിന്ന് ഒരു ഒഴിവുകാലത്ത് നാട്ടിലെത്തിയതായിരുന്നു ഞാൻ. അവിടെ എത്തുമ്പോൾ ചടങ്ങ് കഴിഞ്ഞു പോയിരുന്നു. കൊടുങ്ങല്ലൂരാണ് എന്നെ ഗോവിന്ദന് പരിചയപ്പെടുത്തിയത്. പതിഞ്ഞ സ്വരത്തിൽ ഗോവിന്ദൻ പറഞ്ഞു, നീ എഴുതിയ ചെറിയ രചനകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആധുനികോത്തര കവിതയിലെ കവിതയും. ദൈവമേ, എനിക്കേറെ ആഹ്ലാദം തോന്നി. അന്ന് ഞാൻ ചെറുതായ രചനകൾ കുത്തിക്കുറിച്ച് വരുന്ന കാലം. ആധുനികോത്തരത നാട്ടു നടപ്പാവുന്നതിന് മുമ്പ് സംക്രമണം 1980 ഇറക്കിയ ആധുനികോത്തര കവിത എന്ന സമാഹാരത്തിൽ എൻ്റെ കവിതയുമുണ്ടായിരുന്നു. ഗോവിന്ദൻ പറഞ്ഞു, എന്നെ വന്ന് കാണണം, പറയാനുണ്ട്. ഗോവിന്ദൻ പറയുന്നത് ചെവി കൂർപ്പിച്ചാലേ കേൾക്കാനാകുമായിരുന്നുള്ളൂ. ആഹ്ലാദത്തോടെ ഞാൻ ഏറ്റു. ലീവ് കഴിഞ്ഞ് ഞാൻ ഗൾഫിലേക്ക് മടങ്ങി. ഗോവിന്ദനെ ചെന്ന് കാണാൻ കഴിഞ്ഞില്ല. തനിച്ച് തൻ്റെ കാലടി വെച്ച് നടന്നുപോയ ആ വലിയ ചിന്തകനെ ഞാൻ ആദ്യമായും അവസാനമായും കാണുന്നത് കോഴിക്കോട്ട് വെച്ച്. ഭൂതകാലത്തിൻ്റെ പടിപ്പുരകളിൽ ഓർമ്മയുടെ കാറ്റ് വീശുമ്പോൾ വർഗീയ മതചിന്തകൾക്കതീതമായി ഒരു കോഴിക്കോടൻ മനസ്സ് രൂപപ്പെടുത്തിയ പഴയകാല യാത്രികരോട് നമുക്ക് നന്ദി പറയാം. സംസ്കാരവും പൈതൃകവും പെരുമയും ഒരുമിക്കുന്ന കോഴിക്കോട് തന്നെ സാഹിത്യ നഗരം. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി ബുധനാഴ്ച രാവിലെ 7:10.